കണ്ണൂർ ന്യൂസ് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ നെറുകയിൽ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് തലശ്ശേരിയുടെ ചില പുത്തൻ വിശേഷങ്ങളിലേക്കാണ്. നമ്മൾ പുതുമയുടെ തലമുറ എപ്പോഴും പഴമകളുടെ ഭംഗിയിലേക്ക് എത്തി നോക്കുന്ന ചില ട്രെൻഡിങ് ഹാഷ്ടാഗുകൾ നമ്മൾ റീസെന്റ് കണ്ടുപോരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയുള്ള ഒരു ഹെറിറ്റേജ് എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. ചരിത്രപരമായും പൈതൃകം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത തലശ്ശേരിയുടെ മുഴുവൻ മനോഹാരിത ചുറ്റിക്കറങ്ങി കാണാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മറ്റൊരു ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ ബാക്കിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആയിട്ട് മോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബസിന്റെ താഴത്തെ ഫ്ലോറിൽ 24 ചെയറുകളും 2 ടേബിളും ഒരു വലിയ സോഫ സെറ്റ് ഉൾപ്പെടെ ഇവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ ഇവിടെ നിന്നുള്ള വർണ്ണ കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡബിൾ ഡെക്കർ ബസിന്റെ മുകളിലത്തെ നിലയിൽ വരുന്നത് 39 സീറ്റാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും കാറ്റും വെളിച്ചവും ഒക്കെ കൊണ്ട് എന്താ പറയുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് യാത്ര ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ നിങ്ങളുടെ ആവശ്യം എന്തും ആവട്ടെ, നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ട്രാവൽ ചെയ്യാം, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാം, ഇനി അതല്ല എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ട്, ബർത്ത്ഡേ ആകാം, അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള യാത്രകൾക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നൊരു മെത്തേഡാണല്ലേ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫി സ്പോട്ട് കൂടെ ഈ ഒരു ബസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ മനോജ് സാറിനോട് ചോദിക്കാം. മനോജ് സാർ ഇവിടുത്തെ ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടറാണ്. സാധാരണ ഒരു സഞ്ചാര രീതിയിൽ നിന്ന് ഇത്തരം ഒരു യാത്രാ രീതിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? കാരണം തലശ്ശേരി പോലത്തെ പട്ടണത്തിൽ നമുക്ക് പൈതൃകമായിട്ട് വളരെയേറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളെ ബഹുമാനായ സ്പീക്കർ ശ്രീ ഷംസീർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു സർവീസ് ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 22-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഗണേഷ് സാറാണ് ഇനാഗ്രേഷൻ ചെയ്തത്. എങ്ങനെയാണ് ഇതിന്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ടൈമിംഗ് ഇപ്പൊ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 9 മണിക്ക് തീരുന്ന രീതിയിലാണ്. ഇനി നിങ്ങൾ മോർ ദൻ ഒരു 40 ആൾക്കാരിൽ കൂടുതൽ 50-നിടയിൽ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ആ ഒരു 7 മണിക്കൂർ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ? ടിക്കറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടിക്കറ്റ് ചാർജ് അല്ല, പെർ സീറ്റ് പെർ ഹെഡ് 250 ആണ്. 250 സാധാരണക്കാരുടെ പോക്കറ്റിലും ഇരുന്ന് പോകുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതുവരെ എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളിപ്പോ സാറ്റർഡേ സൺഡേ 2 ദിവസമാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ എക്സാമിന്റെ സീസൺ ഒക്കെ ആയല്ലോ. സാറ്റർഡേ സൺഡേസ് മാത്രമേ ഈ ഒരു മാസം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കൂടുതൽ ആൾക്കാർ ബുക്കിങ്ങിന് വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. കൂടുതലായിട്ട് സർവീസുകൾ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ റൂട്ട് ക്രമീകരണം ഒക്കെ എങ്ങനെയാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് തലശ്ശേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് കയറാനുള്ളവർക്ക് ഇവിടുന്ന് കയറ്റും. ശേഷം പുതിയ സ്റ്റാൻഡ് പോകും. പുതിയ സ്റ്റാൻഡിൽ നിന്ന് നേരെ തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ അടുക്ക ഹോൾട്ട്. അവിടെ നിന്ന് നമുക്ക് കാണാവുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ഓവർബറീസ് ഫോളി, കോട്ട, കടൽപ്പാലം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ കൊടുവള്ളി നമ്മുടെ ഗുണ്ടട്ട് മ്യൂസിയം ഉണ്ട്. ഗുണ്ടട്ട് മ്യൂസിയത്തിൽ സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നേരെ ഇവിടെ കോടതിയുടെ അടുത്ത് പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ CUV പാർക്ക് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നേരെ ഹൈവേ വഴി മാഹിയിലോട്ട് പോകും. മാഹിയിലെ ചേർച്ച്, നമ്മുടെ ടാഗോർ പാർക്ക്, വാക്കിൻ വേ, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനും നമ്മൾ കൃത്യം സമയം കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്തും അവിടെ നിന്ന് നേരെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല, നമ്മളെ ബൈപ്പാസ് ഉണ്ടല്ലോ, പുതിയ മാഹി ബൈപ്പാസിൽ നേരെ മുഴപ്പിലങ്ങാട് വരും. മുഴപ്പിലങ്ങാട് നിന്ന് ഇപ്പോൾ ഉള്ള NH വഴി നേരെ ഡിപ്പോയിൽ തീരുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. 2 മണി മുതൽ 9 മണി വരെ നമ്മുടെ ഇത്രയും കാഴ്ചകൾ കണ്ട് ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ അതിന് 250 രൂപയുള്ളൂ എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം അല്ലെ. വെറും 250 രൂപയ്ക്ക്
ഇത്രയും കാഴ്ചകൾ കണ്ട് ട്രാവൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ചുറ്റുമുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഫേവർ എന്നോണം ചെയ്തതുപോലുള്ള ഒരു ഫീല് തോന്നുന്നുണ്ട് പറയുമ്പോൾ തന്നെ. ഒരു സ്കൂളിൽ നിന്നോ അല്ല വേറെ എവിടെന്നെങ്കിലും ഒരു 40 പേര് 45 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്തിലോട്ട് നമ്മൾ ക്രമീകരിച്ചു കൊടുക്കും. എന്തായാലും 7 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിൽ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കും ഈ മുഴുവൻ സ്ഥലങ്ങളും. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം അവർക്ക് പറ്റിയൊരു പർട്ടിക്കുലർ സമയം, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന 2 to 9 എന്നുള്ളത് കുട്ടികളുണ്ടാകുമ്പോൾ നടക്കില്ലല്ലോ. അപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് അതിന് ചെറിയ മാറ്റം. എത്ര പേരാണ് മിനിമം നമുക്കൊരു ട്രാവലിന് വേണ്ടി? ഒരു 30-നും 40-നും ഇടയിൽ ആളുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ മലയാളികൾ എപ്പോഴും പുതുമേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. ഈ ഒരു പഴമ നിലനിർത്തിയിട്ടുള്ള പുത്തൻ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ മോർ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിലെ മെയിൽ ഐ ഡിയിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് മിസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.